ചിന്താ ജെറോം, ഇതാ ഇപ്പോൾ നോക്കൂ, ഒരു കാര്യം നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. ഇതിനകത്ത് 66,660 വോട്ട് നേടിയ എം സ്വരാജ്, ഒപ്പം തന്നെ 19,760 വോട്ട് നേടിയ നേരത്തെ അവിടെ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന അവിടെ MLA ആയിരുന്ന PV അൻവർ. ഈ രണ്ട് വോട്ടുകളും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു 80,000-ന് പുറത്ത് വോട്ടുകൾ, 86,000-ഓളം വോട്ടുകൾ അവിടെ കാണുന്നുണ്ട്. ഈ വോട്ടുകൾ അവിടെ നിൽക്കുമ്പോഴാണ് അപ്പുറത്ത് 77,737 വോട്ട് നേടിയ ഒരാൾ ഇപ്പോൾ MLA ആയി വരാൻ പോകുന്നത്, നിയമസഭയിലേക്ക് എത്താൻ പോകുന്നത്. ഈ പറയുന്ന LDFിൻ്റെ എം സ്വരാജും LDFിൻ്റെ മുൻ പ്രതിനിധിയായിരുന്ന PV അൻവറും, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് നേടിയിരിക്കുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് അവിടെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് അതിനേക്കാൾ കുറച്ച് വോട്ടുകൾ നേടിയ ഒരാൾ. അതാണ് സാങ്കേതികത്വം, അത് യാഥാർത്ഥ്യമാണ്, അത് പരമാർത്ഥമാണ്. ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ് സാങ്കേതികമായി വിജയിക്കുന്നത് എന്ന് പറയുമ്പോഴും ഒരു രാഷ്ട്രീയമായി ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതെന്താണെന്നാണ് ചിന്ത കാണുന്നത്? ഞാൻ സംസാരിച്ച് തുടരുന്നതിൻ്റെ ഇടയിലാണ് മറ്റൊരു ആങ്കറിലേക്ക് വന്നത്, ലാൽ സാർ വന്നത്. ഞാൻ അവിടെ പറഞ്ഞു വച്ചൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് ഫലം യഥാർത്ഥത്തിൽ സൂക്ഷ്മമായി എങ്ങനെ UDFന് വിജയിക്കാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കുന്നപ്പോൾ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങളുടെ മനസ്സിൽ വലിയ ആശങ്ക ഉളവാക്കുന്നുണ്ട്. അതായത് മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്നവർക്കൊപ്പം പോലും ചേരാം, അവരെയും ന്യായീകരിക്കാം, അങ്ങനത്തെ ഒരു പ്രസ്താവനകളോ പരാമർശങ്ങളോ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തുന്നതിൽ യാതൊരു സങ്കോചവുമില്ലാതെ UDF പാളയം മുമ്പോട്ട് പോയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിലൂടെ നേടിയെടുക്കുന്ന ഒരു വിജയമെന്ന് പറയുമ്പോൾ അത് ഭാവിയിൽ രാജ്യത്താകെ ഉണ്ടാക്കാൻ പോകുന്ന പ്രയാസം, രാജ്യത്തെ ഒരു മതനിരപേക്ഷ മനസ്സിന് ഏൽക്കുന്ന പോറൽ, അത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ മതനിരപേക്ഷ ചിന്താഗതി ഉയർത്തിപ്പിടിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് അത്തരത്തിലേക്ക് വിജയത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ കള്ളപ്രചാരവേലകൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണികൾക്ക് വലിയ തോതിൽ തിരിച്ചടി നൽകുന്നൊരു ബോധ്യം ജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ട് വരും. അത്തരം അവിടെ നടന്നിട്ടുള്ള യഥാർത്ഥ വസ്തുതകൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നതിനകത്ത് തീർച്ചയായിട്ടും ഇടതുപക്ഷ പാർട്ടികൾ കൂടുതൽ പരിശ്രമിക്കും. ജനങ്ങളിലേക്ക് ശരിയായ രാഷ്ട്രീയം പറയാൻ, ശരിയായ വസ്തുതകൾ പറയാൻ. സഖാവ് എം സ്വരാജ് തന്നെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം നടത്തിയ പ്രതികരണമുണ്ട്. ആ പ്രതികരണത്തിൽ വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് കാര്യമാത്ര പ്രസക്തമായൊരു പ്രതികരണമാണത്. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മുമ്പ് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയായിരുന്നു, ഇനിയും ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള സമരങ്ങളിലും പോരാട്ടങ്ങളിലും തന്നെ തുടരും. അതിൽ ജയപരാജയങ്ങൾ ഒരു ഘടകമേ അല്ല, സാങ്കേതികമായ ജയമോ പരാജയമോ അതിൽ ഘടകങ്ങളല്ല. പക്ഷേ ഇത് ഭരണവിരുദ്ധ വികാരമാണെന്ന് പ്രചരിപ്പിക്കാൻ ഒരു വലിയ വിഭാഗം ശ്രമിക്കുന്നുണ്ട്. അത് UDF മാത്രമല്ല, നിഷ്പക്ഷ മുഖംമൂടി അണിഞ്ഞിരിക്കുന്ന ചിലരും കൂടി ഇത് ഭരണവിരുദ്ധ വികാരമാണ് എന്ന രീതിയിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല വസ്തുത എന്ന് നമുക്കറിയാം. കാരണം LDFന് ലഭിച്ചിട്ടുള്ള വോട്ട്, ഇവിടെ ലാൽ സൂചിപ്പിച്ചതുപോലെ LDFന് ലഭിച്ച വോട്ട്, ആ വോട്ട് തന്നെ കൃത്യമായി പരിശോധിച്ച് നോക്കിയാൽ അതിനകത്ത് LDFന് കുറവ് സംഭവിച്ചിട്ടില്ല. എന്നാൽ UDFൻ്റെ സ്ഥിതി അതല്ല. UDF കഴിഞ്ഞ തവണ നേടിയ വോട്ടിനേക്കാളും കുറവ് UDFൻ്റെ ആകെ വോട്ടുകളുടെ എണ്ണത്തിനകത്തുണ്ടായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ കേവലമായ ജയപരാജയം എന്നത്, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നുടൻ നമുക്കെല്ലാവർക്കും പരാജയപ്പെട്ടു എന്നതിൻ്റെ ഭാഗമായി പ്രയാസമുണ്ടാകും. ആ പ്രയാസത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരും. പക്ഷേ അത് ആഴത്തിൽ പഠിക്കുന്ന സമയത്ത്, പരിശോധിക്കുന്ന സമയത്ത് വോട്ടുകളുടെ എണ്ണം, ആ വോട്ടുകൾ സമാഹരിക്കുന്നതിനകത്ത് വിജയിച്ച കക്ഷികൾ സ്വീകരിച്ച സമീപനം, അവിടെ ഏതെങ്കിലും തരത്തിൽ വർഗീയവാദികൾക്ക് മുമ്പിൽ അവരുമായി ധാരണയായി പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ, BJPയുടെ സ്ഥാനാർത്ഥി രാവിലെ തന്നെ നടത്തിയ പ്രതികരണം, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ SDP-യുടെ എല്ലാം പ്രധാന സംസ്ഥാന നേതാക്കന്മാരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ഇപ്പോൾ ഇത്തരം ഓരോ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ നോക്കൂ, എന്തെല്ലാം പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായി. തീർച്ചയായിട്ടും നമ്മുടെ ചർച്ചകളിലൊക്കെ തന്നെ ചിന്ത പലരും നിരീക്ഷിച്ചതും അതൊക്കെ തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെതായ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകാൻ പോകുന്നു, അത് കഴിഞ്ഞ് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ആ കാലഘട്ടത്തിലേക്ക് UDF സെറ്റ് ചെയ്തിരിക്കുന്ന
ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് വല്ലാതെ ഭയപ്പെടുത്തുന്നു എന്ന് പറയുന്ന നിരീക്ഷകരെയും നമ്മൾ ഈ ചർച്ചകളിലൊക്കെ കണ്ടു.